ഈ കൊച്ചി മെട്രോയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും ബജറ്റിൽ മതിയായ പരിഗണന നൽകിയപ്പോൾ നിർദ്ദിഷ്ട ശബരി ഗ്രീൻഫീൽഡ് എയർപോർട്ട് പദ്ധതിക്കായി മാറ്റിവെച്ചത് കേവലം 1.85 കോടി രൂപ മാത്രമാണ്. റിപ്പോർട്ടൊന്ന് കാണാം. കൊച്ചി മെട്രോ റെയിൽ, അനുബന്ധ ജലഗതാഗത സംവിധാനം എന്നിവയ്ക്ക് കാര്യമായ പരിഗണന ബജറ്റിൽ ലഭിച്ചു. മെട്രോ റെയിലിന്റെ രണ്ടാം ഘട്ട വികസനത്തിന് 239 കോടി രൂപ നീക്കിവെച്ചപ്പോൾ ജലഗതാഗത സംവിധാനത്തിനായി 150 കോടി രൂപയും ഉൾപ്പെടുത്തി. മെട്രോ റെയിലിന്റെ അടിസ്ഥാന സംവിധാനങ്ങൾക്കൊപ്പം യാത്രക്കാരുടെ സുരക്ഷ കൂടി ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കായി 91 കോടി രൂപയാണ് ഉൾപ്പെടുത്തിയത്. കോവിഡിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്ന വിനോദസഞ്ചാര വികസനത്തിന് മാറ്റിവെച്ചത് 351 കോടി രൂപയാണ്. സർ, കൊച്ചി മെട്രോ റെയിലിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ വിദേശ വായ്പാ സഹായത്തോടെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം 239 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിദേശ വായ്പാ സഹായത്തോടെ കൊച്ചിയിൽ സംയോജിത ജലഗതാഗത സംവിധാനം നടപ്പാക്കുന്നതിന് സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിനായി 150 കോടി രൂപ വകയിരുത്തുന്നു. കൊച്ചി, ആലപ്പുഴ, ബേപ്പൂർ, കൊല്ലം എന്നിവിടങ്ങളിൽ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, റെസ്റ്റോറന്റുകൾ, ചെറുവിനോദത്തിനുള്ള ഇടങ്ങൾ കൂടാതെ മോട്ടലുകൾ എന്നിവ ഉൾപ്പെടുന്ന മിനി മറീനകളും യാട്ട് ഹബ്ബുകളും വികസിപ്പിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. കൂടാതെ ദേശീയപാതയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും അധീനതയിലുള്ള റോഡുകളുടെ വശങ്ങളിൽ സഞ്ചാരികൾക്ക് വേണ്ടി വിശ്രമ ഇടങ്ങളും ശൌചാലയം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കും. ഇത്തരത്തിൽ സംസ്ഥാന വിനോദസഞ്ചാര വ്യവസായത്തെ വീണ്ടെടുക്കുന്നതിനുള്ള നിരവധി പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.